ഫേസിന് വേണ്ടി ഞാൻ സൺസ്ക്രീൻസ് സെർച്ച് ചെയ്യുന്ന ടൈമിൽ ബോഡിക്ക് വേണ്ടി ഞാൻ സൺസ്ക്രീൻ നോക്കിയായിരുന്നില്ല. പിന്നെ അവസാനം കാലിലും കയ്യിലും ടാൻ വന്നതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് നോക്കി തുടങ്ങിയത്. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ ബോഡി ലോഷൻസ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒന്നാണ് വിഷ് കെയറിൻ്റെ സൺസ്ക്രീൻ ബോഡി ലോഷൻ. കാര്യം ഈ സംഭവം യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ക്രീമി അത് നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഇതിൻ്റെ സ്മെല്ലും അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ ഈ സംഭവം ആദ്യം ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു തുടങ്ങി. കാരണം ഹാൻഡ്സിലും ലെഗ്സിലും മാത്രമാണ് ഞാൻ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയത്. നെക്ക് ഏരിയയിലും യൂസ് ചെയ്തായിരുന്നു. പിന്നെ കുറേ നാൾക്ക് ശേഷം അത്യാവശ്യം ഒരു 1 മന്തോ അല്ലെങ്കിൽ കുറച്ച് വീക്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഷർട്ടിൽ ഒരു യെല്ലോ കൈൻഡ് ഓഫ് സ്റ്റെയിൻ അതേപോലെ വന്നു തുടങ്ങിയത്. അപ്പോൾ മനസ്സിലായി സൺസ്ക്രീനിൻ്റെ തന്നെയാണ്. അപ്പോൾ ഷർട്ടിൻ്റെ നെക്ക് ഏരിയയിലാണെങ്കിലും അതോടൊപ്പം തന്നെ കൈയുടെ ആ ഒരു കോളറിൻ്റെ ഏരിയയിലാണെങ്കിലും അവിടെയൊക്കെ ഈ ഒരു യെല്ലോ സ്റ്റെയിൻ വന്നു തുടങ്ങി. സോ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ മെയിൻലി ഈ ഒരു സൺസ്ക്രീൻ ബോഡി ലോഷൻ നൈസ് ആയിരുന്നു. പക്ഷേ ആ ഒരു യെല്ലോ സ്റ്റെയിൻ വന്നതിന് ശേഷം ഞാനിത് യൂസ് ചെയ്യണതങ്ങ് സ്റ്റോപ്പാക്കി. പിന്നെ കാലിൽ മാത്രം ഇടുന്ന രീതിക്കാക്കി. സോ മെയിൻലി നിങ്ങൾ ലൈറ്റ് കളർ ഡ്രസ്സസൊക്കെ ഇടുവാണെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. ബൈ ബൈ.